ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ നമ്മുടെ 1 year ഫ്രീ ആയിട്ടുള്ള 1 year സ്റ്റഡി പ്ലാനിലെ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഫോഴ്സ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ ആക്റ്റീവ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അതിൽ ക്വസ്റ്റ്യൻസുകളും ഇതൊക്കെ ആൻസറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പഠിച്ച് എക്സാംസുകൾ എഴുതിയിട്ടുണ്ട്, നല്ല മാർക്കുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വീക്കിലെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ ടോപ്പിക്സ് തരുന്നു, അത് പഠിക്കാൻ ആവശ്യമായുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം നടത്തുന്നു. ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു 1 year സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. എന്നോട് കൂടിയിട്ട് നിങ്ങൾ വരാൻ പോകുന്ന LSTD എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ വീക്കെൻഡിൽ നടത്തിയിട്ടുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫസ്റ്റ് വീക്കിൽ ആ ടോപ്പിക്സുകളുടെ ക്വസ്റ്റ്യൻസുകളുടെ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകളുടെ ആൻസറുകൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടൊന്ന് പോവാം, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ചേഞ്ചസ് ഫ്രം u to v ആഫ്റ്റർ t സെക്കൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സോ എന്താണ് ആക്സിലറേഷൻ വരുന്നത്? ആക്സിലറേഷൻ is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. സോ a is equal to v minus u divided by t. സോ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് കാർ ആഫ്റ്റർ 10 സെക്കൻഡ്? ടി തന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് 10 സെക്കൻഡ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി 0, u is equal to 0 and acceleration is 2 meter per second square. നമ്മളിവിടെ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഫൈനൽ വെലോസിറ്റി v ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇക്വേഷൻ വരുന്നത്? v is equal to നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് v is equal to u plus at which is equal to 0 plus 10 into acceleration എന്ന് പറയുന്നത് 2 ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. സോ u plus at then പ്ലസ് എ എന്ന് പറയുന്നത് 2 into t എന്ന് പറയുന്നത് 10. ഓക്കെ, SI യൂണിറ്റിലാണ്. സോ നമുക്ക് ഡയറക്റ്റ് ചെയ്താം 20 meter per second. 20 meter per second. ഓപ്ഷൻ എ ആണ് ഇതിന്റെ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പ്രൊജക്ടൈൽ ഈസ് കോൾഡ്. ഓക്കെ, സോ നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ എടുത്താൽ ഇതാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, സോ ഈ ഒരു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഏത് വെലോസിറ്റിയിലാണോ നമ്മൾ ആ ഒരു ബോഡി പ്രൊജക്ട് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആണല്ലോ, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ദെൻ ഈ പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ ഹിറ്റ് ചെയ്തത്, ഏത് പോയിന്റിലാണോ അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ പ്രൊജക്ട് ചെയ്തത്, ഓക്കെ, ഞാനിവിടെ എ എന്ന് കൊടുക്കുന്നു, ഏത് പോയിന്റിലാണോ അത് ഹിറ്റ് ചെയ്ത ബി എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രൊജക്ടൈൽ ഹിറ്റ് ചെയ്യുന്നത്, ഓക്കെ, പ്രൊജക്ടൈൽ ഹിറ്റ് ചെയ്യുന്നത് ഏത് ആംഗിളിലാണോ ആ ആംഗിളിനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി പാത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ട്രാജക്ടറി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ് ഈസ് നോൺ ആസ്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡി എടുക്കുന്നു, ആ ബോഡിയിലെ ആ ഒരു കംപ്ലീറ്റ് ആ ബോഡിയുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിലാണ് ആ ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റ്, ആ ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ അസ്യൂം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിലോട്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് CG, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. അല്ലെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സിമിലർലി നമ്മളൊരു ഏരിയ ഉള്ള ബോഡി, ഇപ്പൊ പ്ലെയിൻ ഏരിയാസിന്റെ കേസിൽ വെയിറ്റ് അല്ല, നമ്മൾ ഏരിയ ആണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോൾ ഏരിയ അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ആ ബോഡിയുടെ മൊത്തം ഏരിയയും ആ ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരെന്താണോ? സെൻട്രോയിഡ് എന്ന് പറയും. ആ പോയിന്റ് നമ്മൾ എന്ത് പറയും? സെൻട്രോയിഡ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഏരിയ എന്ന് പറയും. സോ ഇവിടെ നമ്മളോട് ഹോൾ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ CGS സിസ്റ്റം. അല്ലെ, നമുക്കറിയാം SI സിസ്റ്റത്തിൽ ഏതാണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇറ്റ്സ് കംസ് ടു CGS യൂണിറ്റ്.
CGS യൂണിലോട്ട് വരുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ഡൈൻ ആണ്. ഇനി അതിന്റെ കൺവേർഷൻ എന്താണ്? 1 ഡൈൻ is equal to 10 raised to minus 5 ന്യൂട്ടൺ. 1 ഡൈൻ is equal to 10 raised to minus 5 ന്യൂട്ടൺ. ഏതാണോ MKS യൂണിറ്റ് എന്ന് പറയുന്നത്? ഏതാണ് മക്കളെ MKS യൂണിറ്റ് എന്ന് പറയുന്നത്? MKS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഫോഴ്സ് ഓർ നമ്മൾ എന്ത് പറയും? കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. എന്താണ് കൺവേർഷൻ? 1 കിലോഗ്രാം ഫോഴ്സ് അല്ലെങ്കിൽ 1 കിലോഗ്രാം വെയിറ്റ് is equal to 9.81 ന്യൂട്ടൺ. 9.81 ന്യൂട്ടൺ. ഈ MKS യൂണിറ്റിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഏത് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. അതിനെ തന്നെ നമ്മൾ പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. സോ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ CGS യൂണിറ്റ് ഈസ് ഏതാണ്? ഓപ്ഷൻ എ ഡൈൻ ആണ് നമ്മളുടെ ഏത് വരുന്നത്? യൂണിറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. The force acting on a body moving in a circular path. അപ്പൊ സർക്കുലർ പാത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ബോഡി എക്സേർട്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ നമ്മുടെ ബോഡി എടുക്കുന്നു എ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ഇവിടെ സെന്ററിൽ ഉണ്ട്. ഒന്ന് നമുക്ക് എന്താണ് എവേ ഫ്രം ദ സെന്റർ ഉണ്ട്, ഒന്നെന്താണ് ടുവേർഡ്സ് ദ സെന്റർ ഉണ്ട്. രണ്ടും എന്താണ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് എന്താണ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ് അല്ലെ. ഒന്നെന്താണ് എലോങ് ദി ടുവേർഡ്സ് ദി സെന്റർ ആണ്, മറ്റേത് എന്താണ് എവേ ഫ്രം ദി സെന്റർ ആണ്. പക്ഷെ രണ്ടിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എത്രയാണോ? MR omega square അല്ലെ. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? MR omega square. ഏതാണ് രണ്ട് ഫോഴ്സ് വരുന്നത്? ടുവേർഡ്സ് ദ സെന്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, എവേ ഫ്രം ദി ഇതാണെങ്കിൽ നമ്മൾ ഏത് പറയും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും അല്ലെ. നമ്മൾ സൈക്കിളും കൊണ്ടൊക്കെ വളവ് തിരുമ്പോൾ ചിലപ്പോൾ തെറിച്ചങ്ങ് പോകാറുണ്ട്. അതേതാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനി ഇവിടെ ഏതാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്? ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് അലോങ് ദ റേഡിയസ് എവേ ഫ്രം ദി സെന്റർ ഓഫ് ദ പാത്ത്. എവേ ഫ്രം ദി സെന്റർ ഓഫ് പാത്ത് ആയതുകൊണ്ട് അത് ഏതാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഏത് വരുന്നത്? ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ ഇഫ് ടു ഫോഴ്സസ് 8 കിലോ ന്യൂട്ടൺ ആൻഡ് 6 കിലോ ന്യൂട്ടൺ ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 8 കിലോ ന്യൂട്ടണും 6 കിലോ ന്യൂട്ടണും എന്താണ് റൈറ്റ് ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ റിസൾട്ടന്റ് എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. രണ്ട് ഫോഴ്സുകൾ തമ്മിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ഇടോ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇനി റൈറ്റ് ആംഗിൾ അല്ലാന്നുണ്ടെങ്കിലോ ബാക്കി ടേമും കൂടെ ഉണ്ടാവും പ്ലസ് 2pq cos θ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇവിടെ cos θ 0 ആയിരിക്കും. അതുകൊണ്ട് എന്തേ വരൂ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 square plus 6 square, which is equal to root of 64 plus 36, which is equal to root of 100 and which is equal to 10 kilonewton. So our answer is option B, 10 kilonewton. Question number 8. The recoil of gun is an example of. എന്താണ് recoil of gun എന്ന് പറഞ്ഞാലോ? നമ്മൾ തോക്കൊണ്ട് വെടിയേക്കുന്ന സമയത്ത് ആ വെടി പൊട്ടുന്ന സമയത്ത് എന്താണ് തോക്കൊന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യും അല്ലെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതാണ് വരുന്നത്? ന്യൂട്ടൺ തേർഡ് ലോയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത് അല്ലെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ എവിടെയാണ് പറയുന്നത്? ന്യൂട്ടന്റെ തേർഡ് ലോയിലാണ്. അവിടെയാണ് ഏത് വരുന്നത്? റീകോയിൽ ഓഫ് ഗൺ വരുന്നത് ഏതാണ്? ന്യൂട്ടൺ തേർഡ് ലോയുടെ എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ അപ്ലിക്കേഷൻ ആയിട്ടാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ദെൻ ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ. എന്താണോ ലാമിസ് തിയറം പറയുന്നത്? ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 3 കോപ്ലാനാർ അല്ലെ. ഒരു ബോഡിയിൽ 3 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, 3 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ 3 കോപ്ലാനാർ ഞാൻ എടുക്കുന്നു PQR. ഈ 3 ഫോഴ്സ് എന്താണ് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്താണ് പറയുന്നത്? ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു. അതായത് ഞാൻ ഇത് ആൽഫ എന്ന് എടുക്കുന്നു, ക്യൂയുടെ ഓപ്പോസിറ്റ് ബീറ്റ എന്ന് എടുക്കുന്നു, ആറിന്റെ ഓപ്പോസിറ്റ് ഗാമയാണെങ്കിൽ എന്താണ് ലാമിസ് തിയറം പറയുന്നത്? P by sin alpha equal to Q by sin beta equal to R by sin gamma. ഇതാണ് എന്ത് പറയുന്നത്? ലാമിസ് തിയറം. അപ്പൊ എന്താണ് കണ്ടീഷൻ ലാമിസ് തിയറത്തിന്റെ? 3 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് ആയിരിക്കണം, ആ 3 ഈക്വിലിബ്രിയത്തിലായിരിക്കണം. സോ ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമ്മളത് ആൻസർ വരുന്നത്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 10. എ സ്റ്റോൺ ലൈയിങ് ഓൺ ദ റൂഫ് അല്ലെ. ഇതാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് എടുക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ റൂഫിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അതിവിടെ H എന്ന് പറയുന്ന ഹൈറ്റിലാണെങ്കിൽ അതിനെന്താണുള്ളത്? അതിനേതാണുള്ളത്? ഡ്യൂ ടു പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ കാരണം അത് അക്യൂർ ചെയ്യുന്ന എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം P is equal to എന്താണ്? mgh ആണ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ബൈ വിർച്യൂ ഡ്യൂ ടു പൊസിഷൻ. ബൈ വിർച്യൂ ഡ്യൂ ടു പൊസിഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, പൊട്ടൻഷ്യൽ എനർജി. ക്വസ്റ്റ്യൻ നമ്പർ 11.
The resultant force P and Q acting at an angle theta. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളതാണ് resultant R is equal to root of P square plus Q square plus 2pq cos theta. Root of P square plus Q square plus 2pq cos theta. So cos theta വരുന്നതിൽ പ്ലസ് വരുന്നതാണ് ഓപ്ഷൻ സി P square plus Q square plus 2pq cos theta. Question number 12. If two forces acting at, നമ്മളെ parallelogram ആണ്, two forces acting at a point O can be represented. O എന്ന് പറയുന്ന പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. Magnitude and direction by the two adjacent side OA and OB of a parallelogram. OA and OB of a parallelogram. OACB എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം. OACB എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാമില് ഈ രണ്ട് സൈഡാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏത്? OAയും OBയും ആണ് ഏത് നമ്മുടെ തന്നിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചുള്ളത്? Then the resultant is represented in magnitude and direction. അങ്ങനെയാണെങ്കിൽ എന്താണോ നമ്മൾ അക്കോർഡിംഗ് ടു പാരലലോഗ്രാം റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ ഡയഗണലാണ്. ഏത് ഡയഗണൽ? രണ്ട് ഡയഗണൽ വരക്കാം. OCയും വരക്കാം, ABയും വരക്കാം. അതിൽ ഏത് ഡയഗണൽ? ഡയഗണൽ പാസസ് ത്രൂ ദർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലെ? അപ്പൊ OC ആണ് നമ്മുടെ ഏത് എന്ന് പറയുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതല്ലേ നമ്മളോട് ചോദിച്ചുള്ളത്? സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി OC ആണ് നമ്മുടെ റിസൾട്ടന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. If a body moves in a such a way that its equation of motion is given by S is equal to t cube plus 8t square minus 5. Then the distance it will be traveled in 1 second. T is equal to 1 second. Distance S എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത പോലെ which is equal to 1 cube plus 8 into 1 square minus 5 which is equal to 8 minus 5 which is equal to അല്ല 1 plus 8 9. 1 plus 8 9. So 9 minus 5 is equal to 4 meter അല്ലെങ്കിൽ 4. So S is equal to എന്ത് കിട്ടും നമുക്ക്? 4. ഇനി വെലോസിറ്റി ആക്സലറേഷൻ ആണെങ്കിലോ വെലോസിറ്റി is equal to എന്താണ്? ds by dt which is equal to 3t square plus 16t ആയിരിക്കും നിങ്ങൾക്ക് ഏത് വരുന്നത്? വെലോസിറ്റി. ഇതുപോലെ ആക്സലറേഷൻ എന്താ വരിക? A is equal to dv by dt which is equal to 6t plus 16. Okay ആണല്ലോ? സോ അവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. Then question number 14. When a number of forces acting on a particle is said to be in equilibrium. എപ്പോഴാണോ നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഒരു നമ്പർ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്? അതിന്റെ റിസൾട്ടന്റ് is equal to 0. The resultant force is not equal to 0. അതല്ല ആൻസർ. The resultant force is equal to 0. So the equilibrium ആവുന്നില്ല. സോ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. The resultant force is equal to 0. Okay. Question number 15. A bullet weighing 200 gram. Okay. Mass of the bullet is given by 200 gram which is equal to 0.2 kilogram horizontally with a velocity of velocity of bullet വന്നിട്ടുണ്ട് 25 meter per second from a gun carried on a carriage which together with the gun weights ഗണ്ണിന്റെ വെയിറ്റ് വന്നിട്ടുണ്ട് എത്രയാണ്? മാസ് ഓഫ് ഗൺ is equal to 100 kilogram. The recoil velocity ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റീകോയിൽ വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ചാണ് ടോട്ടൽ മാസ് is equal to എന്താ നമുക്കറിയാം. സോ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫ്രം എ ഗൺ ക്യാരിഡ് എ കാരേജ് വിച്ച് ടുഗദർ ഗണ്ണിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? രണ്ടും ഇനീഷ്യലി 0 ആണ് അല്ലെ? ഗണ്ണും ഇതും ഇനീഷ്യലി 0 ആണ് which is equal to മാസ് ഓഫ് ദ ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഗൺ ആണ് ഏത് എന്ന് പറയുന്നത്? റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഗണ്ണിന്റെ വെലോസിറ്റി ആ വെടി വെക്കുന്ന സമയത്ത് ഗണ്ണ് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോകും. ആ വെലോസിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? റീകോയിൽ വെലോസിറ്റി. അതാണ് വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത്. വിച്ച് പ്ലസ് is equal to എന്താണ്? മാസ് ഓഫ് ദി ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. എങ്ങനെയാണ് ഞാനത് എഴുതുന്നത്? ഇവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റ് അനുസരിച്ച് ടോട്ടൽ മൊമെന്റം ബിഫോർ ദ ഫോഴ്സ് is equal to ആഫ്റ്റർ ദ മൂവ്മെന്റ് എന്താണ്? അല്ല, മൂവ്മെന്റ് ആഫ്റ്റർ ദ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഏതാണ് നിങ്ങൾ വെടിവെക്കുന്നത്? ആ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അത് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ്? രണ്ട് റെസ്റ്റിലാണ്, ഗണ്ണും റെസ്റ്റിലാണ്, ബുള്ളറ്റും റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇനീഷ്യൽ മൂവ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ മൂവ്മെന്റ് എന്താണ്? സം ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദി ഗണ്ണ് പ്ലസ് സം ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദി ബുള്ളറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ദ ഗൺ ഇൻറ്റു റീകോയിൽ വെലോസിറ്റി is equal to മൈനസ് മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ദ ഗണ്ണ്
നോക്കുക, നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ നോക്കുക. സോ നമുക്ക് മാസ് ഓഫ് ദ ഗൺ എത്രയാണോ? മാസ് ഓഫ് ദ ഗണ്ണ് 100 കിലോഗ്രാം ആണ്. സോ 100 kilogram into recoil velocity is equal to mass of the bullet into velocity of the bullet. Mass of the bullet എത്രയാണ്? 0.2 kilogram ആണ് into velocity of the bullet എന്ന് പറയുന്നത് 25 meter per second അല്ലെ? 25 meter per second which is equal to 2 into 25 50 ആണ്. സോ 5 കിട്ടും. സോ 100 into velocity, recoil velocity. So recoil velocity is equal to 5 by 100 which is equal to 5 by 100 0.05 meter per second. മൈനസ് ആണ് നമുക്ക് കിട്ടുക. കാരണം എന്താണ്? ബാക്കിലോട്ട് ആയിരിക്കും recoil velocity വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? -0.05. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.05. Okay. So the answer is 0.05. Then question number 16. The tension in a cable supporting a lift. Okay. So നമ്മൾ ലിഫ്റ്റിന്റെ കേസ് എടുത്ത രണ്ട് കേസാണ് വരുന്നത്. ഒന്ന് ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പൊ രണ്ട് കേസിലും ടെൻഷൻ ഉണ്ടാവും, താഴോട്ട് രണ്ട് കേസിലും എം ജി ഉണ്ടാവും. ഓക്കെ ആണല്ലോ? സോ മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? എം എ എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും എ എന്ന് പറയുന്ന ആക്സലറേഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. സോ ഈ ഒരു കേസിൽ എന്താണ് ഫോഴ്സ് വരിക? സോ മുകളിലോട്ട് ഇപ്പൊ ഞാൻ ലിഫ്റ്റ് എന്താണ്? മൂവ്സ് അപ്വേർഡ് ആണ്. മൂവ്സ് അപ്വേർഡ്. ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത്? ടി എന്ന് പറയുന്ന ടെൻഷനിൽ മുകളിലോട്ട് പിടിച്ചു വലിക്കാണ് അല്ലെ? ടി എന്ന് പറയുന്ന ടെൻഷനിൽ മുകളിലോട്ട് പിടിച്ചു വലിക്കാണ്. എത്രത്തോളം പിടിച്ചു വലിക്കണത്? എം ജി എന്ന് പറയുന്ന താഴോട്ട് വരുന്നുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? എം എ എന്ന് പറയുന്ന ആക്സലറേഷനിലാണ് മുകളിലോട്ട് മൂവ് ചെയ്യേണ്ടത്. എം എ എന്ന് പറയുന്ന ആക്സലറേഷനിലാണ് മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ താഴോട്ട് ആര് പിടിച്ചു വലിക്കുന്നുണ്ട്? എം ജി തിരിച്ചു വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ എം എ മൈനസ് എം ജി ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ടെൻഷൻ എന്ന് പറയുന്നത്. ടെൻഷൻ ഈക്വൽ ടു എന്തായിരിക്കും? എം എ നമ്മൾ ടോട്ടല്. ഓക്കെ, സോ ഒരു മിനിറ്റ്. സോ ഇതെല്ലാം നമുക്ക് വരുന്നത് ഇവിടെ എങ്ങനെ വരുന്നത്? നമുക്ക് ടെൻഷൻ മുകളിലോട്ട് ടി ആണ്. ടെൻഷൻ മുകളിലോട്ട് എന്താണ്? ആ ടി ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ആ മുകളിലോട്ട് ടി ആര് കൊടുക്കുന്നതാണ്? നമ്മുടെ മെഷീന് കൊടുക്കുന്നതാണ്. നമ്മുടെ മെഷീൻ മോട്ടർ ഏതാണോ അതാണ് ടി എന്ന് പറഞ്ഞ ലിഫ്റ്റിന് മുകളിലോട്ട് വലിക്കുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മള് എം ജി മൈനസ് ചെയ്യണം. കാരണം എം ജി താഴോട്ടാണ്. ബാക്കിയുള്ളതാണ് നമുക്ക് എന്ത് കിട്ടുക? ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ആയിട്ട് കിട്ടുക. മനസ്സിലായോ? അതായത് നമ്മുടെ ടെൻഷൻ, നമ്മുടെ മോട്ടർ എന്ത് കൊടുക്കുന്നുണ്ട്? 1000 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? 1000 കിലോ ന്യൂട്ടൺ ടെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ താഴോട്ട് എത്ര പിടിച്ചു വലിക്കുന്നുണ്ട്? ഒരു 20 കിലോ ന്യൂട്ടൺ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ 80 കിലോ ന്യൂട്ടൺ ഈക്വൽ ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ അല്ലേ നമുക്ക് നമ്മുടെ ലിഫ്റ്റിൽ കിട്ടും. സോ ടി മൈനസ് എം ജി, therefore ടി ഈസ് ഈക്വൽ എന്തായിരിക്കും? എം എ പ്ലസ് എം ജി. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമ്മൾ ലിഫ്റ്റ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഏത് വരുന്നുണ്ട്? അവിടെ എം ജി എന്ന് പറയുന്നത് ഏത് വരുന്നുണ്ട്? താഴോട്ട് വരുന്നുണ്ട്. ടെൻഷൻ സ്റ്റിൽ മുകളിലോട്ടായിരിക്കും, പക്ഷേ ആക്സലറേഷൻ താഴോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ എങ്ങനെയാണ്? നമുക്ക് എം ജി എന്ന് പറയുന്ന ഫുൾ സ്പീഡിൽ ഫ്രീ ഫോൾ നമുക്ക് പറ്റൂല. ഓക്കെ ആണല്ലോ? സോ എന്ത് ചെയ്യുന്നുണ്ട്? എം ജി ടോട്ടൽ എത്രയാണോ അതിൽ നിന്ന് നമ്മളെ കേബിളിൽ ഒരു മിനിമം ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് എന്തുണ്ടാവുക? ലിഫ്റ്റിന്റെ ഫോഴ്സ്, ലിഫ്റ്റിലെ ആക്സലറേഷൻ അതിന് ഈക്വൽ ആയിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? സോ ഹിയർ ടി ഈക്വൽ ടു ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ നമുക്ക് എന്ത് കിട്ടും? എം ജി മൈനസ് എം എ. സോ ഹിയർ എം ജി പ്ലസ് എം എ, ഇവിടെ എന്താണ്? എം ജി മൈനസ് എം എ. ഇവിടെ എന്താണ്? ലിഫ്റ്റ് മൂവിംഗ് ഡൗൺവേർഡ്സ്. ലിഫ്റ്റ് മൂവ്സ് ഡൗൺവേർഡ്. സോ ഏത് കേസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചുള്ളത്? ദ ടെൻഷൻ ഓഫ് കേബിൾ സപ്പോർട്ടിങ് എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ് എന്നുള്ളത്. ഏത് കേസിലാണ്? ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോഴായിരിക്കും നമ്മളെ കേബിളിൽ കൂടുതൽ ടെൻഷൻ വരുന്നത്. ലിഫ്റ്റ് താഴോട്ട് വരുമ്പോഴായിരിക്കും നമ്മളെ ലിഫ്റ്റിൽ ഏറ്റവും കുറവ് ടെൻഷൻ വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. മോർ വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺവേർഡ്, അതാണോ? അല്ല, തെറ്റാണ്. ഓക്കെ ആണല്ലോ? ലെസ് വെൻ ദ മൂവ് ഈസ് മൂവിംഗ് അപ്വേർഡ്, അത് തെറ്റാണ്. ഓക്കെ, കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് അതൊന്നുമില്ല. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഈസ് ലെസ് വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺവേർഡ്. ലിഫ്റ്റ് താഴോട്ട് പോകുന്ന സമയത്തായിരിക്കും കുറഞ്ഞ ടെൻഷന്, ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോഴായിരിക്കും കൂടുതൽ ടെൻഷൻ. ഓക്കെ ആണല്ലോ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. ദ സി ജി ഓഫ് എ പ്ലെയിൻ ലാമിന വിൽ നോട്ട് ബി അറ്റ് ഇറ്റ്സ് ജോമെട്രിക്കൽ സെന്റർ. ഏത് കേസിലാണ്? അപ്പൊ നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്താൽ, ഓക്കെ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്താൽ ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ജോമെട്രിക്കൽ സെന്ററിൽ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്. അതായത് 3 പോയിന്റിൽ നിന്നും 3 ഭാഗത്തു നിന്നും h/3 ഡിസ്റ്റൻസ് മാറിയിട്ട് അതിന്റെ സെന്ററിലായിരിക്കും ഏത്? സി ജി വരുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ നമ്മൾ സ്ക്വയർ എടുത്താലും ആ സ്ക്വയറിന്റെ ജോമെട്രിക്കൽ സെന്റർ, അതായത് 2 ഡയഗണൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് തന്നെ ആയിരിക്കും അതിന്റെ സി ജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സർക്കിൾ എടുത്താലോ, സർക്കിളിന്റെ ജോമെട്രിക് സെന്റർ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? അതിന്റെ സി ജി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ കേസിൽ അതിന്റെ ജോമെട്രിക്കൽ സെന്ററിലല്ല എന്ത് വരുന്നത്? സി ജി വരുന്നത്. 2 സൈഡിൽ നിന്നും h/3 ഡിസ്റ്റൻസ് മാറും, അല്ലെങ്കിൽ b/3 ആൻഡ് h/3 ഡിസ്റ്റൻസ് മാറുന്നത്. അവിടെയാണ് നമ്മൾ ഏത് വരുന്നത്? സി ജി വരുന്നത്.
വരുന്നത് ഓക്കെ. സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഏതാണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് എന്തുള്ളത്, വിൽ നോട്ട് ബി അതിന്റെ ജോമെട്രിക് സെന്ററിൽ അല്ലാത്തത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. 1 ന്യൂട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഡൈൻ is equal to 10⁻⁵ ന്യൂട്ടൺ. therefore 1 ന്യൂട്ടൺ is equal to എന്തായിരിക്കും? 10⁵ ഡൈൻ. സോ അപ്പൊ നമ്മൾ സാധാരണ എക്സാമിനൊക്കെ പഠിക്കുക 1 ഡൈൻ എന്ന് പറഞ്ഞിട്ടാണ്. സോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്തിനുണ്ട് 10⁻⁵ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ ഒക്കെ പ്ലസ് ആണ്. സോ ആൻസർ ഏതാണ്? 10⁵ ഡൈൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19. ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടന്റ് ഈസ് മാക്സിമം ആൻഡ് മിനിമം. എപ്പോഴാണ് നമുക്ക് മാക്സിമം റിസൾട്ടന്റ് കിട്ടുന്നത്? രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ, പിയും ക്യൂവും ഒരേ ഡയറക്ഷനിലാവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം റിസൾട്ടന്റ് കിട്ടുന്നത്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഏത് ആംഗിളിൽ? തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ. ഇനി എപ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുന്നത്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് പിയും ക്യൂവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ അവിടെ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ എന്താണ്? പി മൈനസ് ക്യൂ. ഇതായിരിക്കും പിയും ക്യൂവും തമ്മിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റിലും ഏറ്റവും മിനിമം ആയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആകുമ്പോൾ. സോ മാക്സിമം ആൻഡ് മിനിമം ആണ് ചോദിച്ചുള്ളത്. സോ ഏതാണ് ആൻസർ? 0 ആൻഡ് 180. ഓക്കെ, ക്ലിയർ. Last question, question number 20. During the elastic impact, the velocity of two bodies after impact and the velocity of the two bodies before impact. നമുക്കറിയാം coefficient of restitution is equal to എന്താണ്? Collision before impact ആണ് അല്ലെങ്കിൽ after impact. Before collision നമ്മൾ പറയുന്നത് നമുക്ക് ലെസ് ദാൻ 1 കിട്ടണം, താഴെ കൂടുതൽ വേണം. അപ്പം എന്താണ്? relative velocity before collision. അല്ലെ? സോ മുകളിൽ ഏതാണ്? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി അതായത് നമ്മൾ എഴുതും v2 - v1 / u1 - u2 എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. നമുക്കറിയാം ഇലാസ്റ്റിക് ഇമ്പാക്റ്റിൽ എന്താണ്? E less than 1 ആണ്. ഇലാസ്റ്റിക് ഇമ്പാക്റ്റിൽ എന്താണ്? E less than 1. E less than 1 ആണെങ്കിൽ ആര് കുറവായിരിക്കണം? v2 - v1 കുറവായിരിക്കണം. അതായത് ആര്? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്ട് ലെസ് ദാൻ the relative velocity before impact. Okay, relative velocity after the impact എന്തായിരിക്കണം? ലെസ് ആയിരിക്കണം. v2 - v1 ലെസ് ദാൻ u1 - u2 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? സോ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇലാസ്റ്റിക് ഇമ്പാക്ട് റിലേറ്റീവ് വെലോസിറ്റി ടു ബോഡി ആഫ്റ്റർ ഇമ്പാക്ട് ഇതാണ് v2 - v1 ആണ് ആഫ്റ്റർ ഇമ്പാക്ട്. അതെന്തായിരിക്കണം? ലെസ് ദാൻ. ഓപ്ഷൻസ് ഇവിടെ നോക്ക് നിങ്ങൾ. ലെസ് ദാൻ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ടു ബോഡീസ് ബിഫോർ ഇമ്പാക്ട് u1 - u2 ആയിരിക്കണം. ഓക്കെ ആണല്ലോ? സോ അപ്പൊ ഇതാണ് ഏത് വരുന്നത്? ലാസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ നമ്മളെ അടുത്ത വീക്കിലോട്ടുള്ള ടോപ്പിക്കുകളും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് ആയിട്ടും ക്വസ്റ്റ്യൻസ്, ഡെയിലി ക്വസ്റ്റ്യൻസുകളായിട്ടും വീഡിയോസ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? 1 ഇയർ ഈ ഒരു ഫ്രീ 1 ഇയർ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്തിട്ട് പഠിച്ചെടുത്ത് LSCD എഞ്ചിനീയർ ആവാം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഇതിന്റെ കമന്റിൽ ഇതിന്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെലിഗ്രാം ലിങ്ക്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരാൻ പോകുന്ന LSCD എക്സാംസിൽ റാങ്ക് നേടാം. ഓക്കെ, താങ്ക് യു.